ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ അച്ചാർപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാർപ്പൊടി നമുക്ക് മായം ചേർക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാന് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കഷ്ണം കായമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം കായം ഇട്ട് കൊടുത്ത ശേഷം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതല്ലാതെ തന്നെ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. കായപ്പൊടിയാണെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇത് കായം ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ വറുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പശ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് കോരി മാറ്റി വെക്കുകയാണ്. ഇനി അതിന് ശേഷം പാനിലോട്ട് ഞാൻ ഒരു 6 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപടി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഒന്നും പ്രത്യേകിച്ച് വാങ്ങേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഞാൻ 6 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു 1.5 സ്പൂണ് ഉലുവയാണ് കേട്ടോ ഇടുന്നത്. ഉലുവ അധികം ഇട്ടാൽ കയ്പ്പ് വരും, അതുകൊണ്ട് ഞാനിവിടെ 1.5 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഉലുവയും കടുകും ഒന്ന് നന്നായി പൊട്ടി വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കടുക് കരിഞ്ഞു പോവരുത്, കരിഞ്ഞു പോവാതെ ഇളക്കി അത് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം അതിലോട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അത് ആദ്യം ഇടാൻ പാടില്ല, ആദ്യം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അപ്പം ഞാൻ കടുകും ഉലുവയും നന്നായി ചൂടായ ശേഷമാണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കണം. അങ്ങനെ ഏകദേശം ഇതായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത ശേഷം വേണം നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂണ് മുളക് പൊടി മതി. പിന്നെ ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിലോട്ട് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഈ അച്ചാർപ്പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലോട്ട് ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തുണ്ട്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ കടുകിൻ്റെ ഉലുവയുടെയൊക്കെ ചൂടിൽ അതങ്ങ് ആയിക്കോളും. അങ്ങനെ ഇത് ഞാൻ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയ ശേഷം പൊടികളൊക്കെ ഒന്ന് ചൂടായി വരണം. പൊടികളൊക്കെ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് തീ കത്തിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ വെച്ചാൽ വീണ്ടും അത് പാനിൻ്റെ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഒരു അല്പസമയം കഴിഞ്ഞ ശേഷം വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ കേട്ടോ. അത് നന്നായി ഒന്ന് തണുത്ത ശേഷം വേണം പൊടിച്ചെടുക്കാൻ. അങ്ങനെ ഞാൻ ഈ പാത്രത്തിലോട്ട് ഒന്ന് നിരത്തി വെക്കുന്നുണ്ട്. ഇനി തണുത്ത ശേഷം അതൊന്ന് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിൽ നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായി ഉണങ്ങിയ ജാറിൽ വേണം അത് പൊടിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇനി പൊടിച്ച ശേഷം കാണിക്കാം. വറുത്ത് വെച്ച കായം ചേർക്കാൻ മറക്കരുത്. അങ്ങനെ ഞാനിത് പൊടിച്ച് കഴിഞ്ഞേണ്ടതാ നല്ല അച്ചാർപ്പൊടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായി നമുക്ക് തന്നെ അച്ചാർപ്പൊടിയും വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയ ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കണം. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ അച്ചാർപ്പൊടി ആകുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ടാകും. ഇതുപോലൊരു ഉണങ്ങിയ ബോട്ടിലിട്ട് വെച്ചാൽ കുറേ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബായ്.